ഞാനായിട്ട് കണ്ടുപിടിച്ച എൻ്റെ ഒരു വാനില സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാ വാനില സ്പഞ്ചിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഈ സ്പഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിലോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ഓയിൽ ചേർത്ത് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മിൽക്ക് ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്പഞ്ചാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയുള്ള കേക്ക് സ്പഞ്ചാണ്. അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ചും കൂടിയാണ്. അത് തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കിന് വേണ്ടിയുള്ള സ്പഞ്ചാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 6 മുട്ടയും അതിലേക്ക് 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും ചേർത്ത് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലതുപോലെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് ഷുഗർ ആഡ് ആക്കുന്നതും വാനില എസൻസ് ഞാൻ ആദ്യം ഇടാൻ മറന്നതുകൊണ്ട് ഞാൻ പിന്നീടാണ് ചേർത്തത്. ഷുഗറാണ് ആദ്യം തന്നെ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നു പോയതാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതായി കാണുന്ന മാതിരി നല്ല വൈറ്റ് കളറാണ് വരെ ബീറ്റ് ചെയ്യാം. എന്നിട്ട് ബീറ്റർ ഓഫ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ആയി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഓർ 15 സെക്കൻഡ് ഹൈ സ്പീഡിൽ ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും ഈ ഒരു എഗ് മിക്സ്ചർ. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് കൊടുക്കാം. 1/4 ടീസ്പൂണാണ് ഞാൻ ഇതിൽ ആഡ് ആയി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ 1.5 കപ്പ് മൈദ അരിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി മിക്സാക്കി ബീറ്ററിൽ ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ 2 ബാച്ചായിട്ടാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ സ്പഞ്ച് ആർക്കും എത്ര എളുപ്പമാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്പഞ്ചാണ്. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്പഞ്ചാണ്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു സ്പഞ്ചാണ്. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ടാണ് ഈ മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലോ സ്പീഡ് തന്നെയാട്ടോ ഇടേണ്ടതും, ഹൈ സ്പീഡിൽ ഇട്ടാൽ മുട്ട താഴ്ന്നു പോകുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് എല്ലാവരും ചെയ്യുക. പിന്നെ വീണ്ടും 2ാമത്തെ ബാച്ച് മൈദയും വെള്ളം കൂടി ആഡ് ആക്കിയിട്ട് വീണ്ടും മിക്സായി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ 6 ഇഞ്ചിൻ്റെ 2 ടിന്നിലും 1 സ്ക്വയർ ഇഞ്ചിൻ്റെ ടിന്നിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ ബൗളൊക്കെ ഞാൻ ഒരു സ്ക്വയറിൻ്റെ പാത്രം ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൗണ്ടിൻ്റെ 2 ടിന്നും മൈദ വെച്ച് ഡസ്റ്റ് ചെയ്തിട്ടാണ്. ആദ്യം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ മൈദ ഡസ്റ്റ് ചെയ്തിട്ടാണ്. എന്നിട്ട് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി ബൗളൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. 180 ഡിഗ്രിയിലാണ് ഞാൻ ബേക്ക് ചെയ്താൽ വെച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് കിട്ടും. എൻ്റെ ഓവന് 30 ലിറ്റർ വരുന്ന G-Trackൻ്റെ ഓവനാണ്. 2 ടിൻ അടിയിലും പിന്നെ വെക്കാൻ സ്പേസ് കുറവായതിനാൽ ഞാൻ 5 ഇഞ്ച് ടിൻ അടിയിൽ വെച്ചിട്ട് പിന്നെ സ്ക്വയർ ടിന്ന് അതിൻ്റെ മുകളിലാണ് വെച്ചെടുത്തിട്ടുള്ളത്. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ കേക്ക് ഐസിങ് കൂടി കാണിച്ചു തരാം. കേക്ക് നമ്മൾ ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. 2 ലെയറായിട്ടാണ് ഒരു കേക്ക് എടുത്തിട്ടുള്ളത്. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടാൻ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ കേക്ക് നമ്മൾ ഐസിങ് തുടങ്ങുകയാണ്. ആദ്യം ബേസിലേക്ക് 9 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തുള്ളത്. അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിന് മുകളിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡായി കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ള സ്പഞ്ചിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറുള്ളത്. ചിലർ ചോക്ലേറ്റ് കൊടുക്കുന്നതാണ്. നമ്മൾ വെള്ള സ്പഞ്ച് ആകുമ്പോൾ അധികം ഒന്നും ചേർക്കാറില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 2nd ലെയറും 3rd ലെയറും 4th ലെയറും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു റിപ്പീറ്റേഷൻ വേണ്ട എഴുതിയിട്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. എല്ലാവർക്കും ഇത് അറിയാവുന്നത് തന്നെയല്ലേ. ഫസ്റ്റ് ലെയർ കാണിച്ചതുപോലെ തന്നെയാണ് മറ്റ് 3 ലെയറും ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ കേക്ക് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.